അത്താഴ ഭക്ഷണിക്കാരുണ്ടോ? അത്താഴ ഭക്ഷണിക്കാരുണ്ടോ? ഉണ്ടേ. എന്താ മോളെ? ആരാത്? അടിയനാണേ. വിളിക്കൊരു ബലം പോരല്ലോ. അത്താഴ പ്രശ്നക്കാരെങ്ങനെ കേൾക്കും? വലിയ ബലം കൊടുക്കാണ്ട് തന്നെയാ. പഴയ ആചാരം തെറ്റിക്കണ്ടോ എന്ന് വിചാരിച്ച് വിളി മുടക്കില്ലാന്നേ ഉള്ളൂ. കേക്കടവർക്ക് അറിയില്ലോ അകത്തെ സ്ഥിതി. മാലതി പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് കേട്ടു. കൈതക്കൽ നല്ലേ? ആ, ഏടത്തേമ്മയുടെ ഒരു അകന്ന ബന്ധത്തിൽപ്പെട്ടതാ. ഇവൾക്കും ചില ആലോചനകളൊക്കെ വരുന്നുണ്ട്. ആലോചിക്കുമ്പോ ഉള്ളിലൊരു കാലിച്ച. ഡൗറിയും ചെലവും നിങ്ങളുടെ പോലൊന്നും അല്ല, ഒരുപാട് ചടങ്ങുകളാണ്. ഒന്നും കൊടുക്കാതെ കെട്ടിക്കാൻ പറ്റിയ ഒരാളുണ്ട്, നോക്കണം. എവിടെയാ? ഇവിടെ അടുത്ത് തന്നെയാ. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, ആൾക്ക് മിക്കവാറും നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും. അത് സാരില്ല, പകലുണ്ടാവൂലോ. പക്ഷെ മോളുടെ അടുത്ത് ഉണ്ടാവണമെന്നില്ല. അമ്മായിപ്പിന്റെ അടുത്ത് ചിലപ്പോ ഉണ്ടാവും, സ്റ്റേഷനിലൊക്കെ ആയിട്ട്. അയാളും പോലീസിലാ? ഇടയ്ക്കൊക്കെ പോലീസിലാവും. മനസ്സിലായില്ല. കള്ളനാ, പേര് മാധവൻ. ഞാനാ. എനിക്ക് ഡൗറി ഒന്നും വേണ്ട, വല്ല ഡവറയും ഉണ്ടെങ്കിൽ കിണ്ടിയും. എന്താണ് പ്രഭയുടെ അഭിപ്രായം? കല്യാണം കഴിഞ്ഞ് എന്ത് ചെയ്യണം? സദ്യ ഉണ്ടോ? അത് കഴിഞ്ഞിട്ട് പായസം കുടിക്കും. അത് കഴിഞ്ഞിട്ട് ഇലയെടുത്ത് കളയും. അത് കഴിഞ്ഞ് രാത്രിയില്ലേ? രാത്രിയില്ല. വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ടിട്ട് കിടന്നുറങ്ങും. എന്റെ കൈകൾ നിന്നെ മൂടുമ്പം ഓലപ്പീലികൾ ഇടും നീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നുമ്പം പോരുമ്പം നാണമാവുന്നു നീ നിന്നോകുന്നു നിന്റെ കണ്ണിനുള്ളു കൊള്ളുമ്പം ഓലപ്പീലികൾ ഇടും നീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നുമ്പം പോരുമ്പം നാണമാവുന്നു നീ നോക്കുന്നു എന്റെ കൈകൾ നിന്നെ മൂടുമ്പം. മോനെ മഹാരാജ, കേൾക്കുമ്പോ തന്നെ മനസ്സിങ്ങനെ മെൽറ്റായിട്ട് പോകുന്നൊരു അനുഭൂതി ഉണ്ടാകും. പ്ലീസ്. കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കുളിർ കോരുന്ന ഒരു ഐറ്റം ഉണ്ട്. പാടത്തെ? പാട് പാട്. కొంటత్తుండు దవ్వదం వత్తుండు దారితునా ఓరితునా జోరు మీదత్తుండు కారు మీదత్తుండు తోలేతునా పోని మూకుందునా దారి కొంటత్తుండు రానితునా తవ్వ కొంటత్తుండు ఓరితునా నాయనక 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 పడుతుండు నా ముందటుంటుండు సందితునా వద్ద వందితునా ఇనుకుంట వస్తాడు అనుకుంట వస్తాడు బందైతునా బంధమై సోపనా
സജിതമോളെ വിശേഷം വല്ലതായ? എപ്പോ കണ്ടാലും ഈ ചോദ്യം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്. 3 കൊല്ലം എന്നെ വീട്ടിലേക്ക് കെട്ടിയത്. എന്റെ വീടാണോ നാടാണോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവോ? എപ്പോ കണ്ടാലും വിശേഷമായില്ലെന്ന്. അല്ല അതൊരു സന്തോഷത്തിന്. അതിന് നിങ്ങളുടെ സന്തോഷം ഞാൻ പോയി പ്രസവിക്കണം ഇനി. വാളെടുത്താൽ അങ്കക്കലി, വേലെടുത്താൽ ചിങ്കപ്പുലി, കാൽപ്പണത്തിന് കാവലല്ലോ ജോലി. വന്നാൽ കറുമ്പനലി, കുഴച്ചരച്ചാൽ കൊത്തമല്ലി, കുഴി കുഴിക്കാ കുളത്തിലെ നീർക്കോലി. പടയന്റെ മകളെ, ഒടിയന്റെ കരളെ, ഉടയവൻ ഇവനോടിനി കുറിയാടരുതേ. പുല്ല് തിന്ന് പല്ല് പോയൊരു പുലിയാണു നീ. ചിന്തക ചിന്തക പോകടി പൊട്ടകുളം ആനകടി നെറ്റിപ്പട്ടം നീ പോടാ. പൊട്ടകുളം ആനകടി നെറ്റിപ്പട്ടം. என்னாச்சு? எனக்கு உடம்பு சரியில்லை. நீங்க ஒண்ணும் இல்ல, கவலைப்படாத. டாக்டர் வர வைக்கிறேன். இங்கெல்லாம் வரக்கூடாது, கிளம்பு. எதுவும் சாப்பிட பிடிக்க மாட்டேங்குது. யார் அந்த சமயக்காரன்? சரியா சமைக்க சொல்லுங்க. நாளையில இருந்து எந்த ப்ராப்ளம் இருக்காது. ஃபாத்திமா அம்மா வேகமா நடக்க கூடாதுன்னு சொல்லிருக்காங்க. சரி, ஒரு 4 நாள் பொறுமையா தான் நட. எனக்கு புளியும் மாங்காயும் சாப்பிடணும் போல இருக்கு. மரத்தையே புடுங்கி கொடுக்கற சாப்பிட்டுக்கிட்டு. என்னாச்சு உனக்கு? வா சாச்சா. அம்மா வர போறாங்க. ചിരി ചിരിയോ നിന്നൊമ്പര ചിരിയിൽ പിറന്നാൾ പിറയോ, തുടി തുടിയോ നീ തുടുതുടെ തുടുക്കുന്ന തിരുവാതിരയോ, പെണ്ണിൻ കുനുകുന ചിന്നൊരു കുറുനീര തഴുകന്റെ മുത്താരം മുത്തായ മുത്തുമലക്കാറ്റയോ. ചിരി ചിരിയോ നിന്നൊമ്പര ചിരിയിൽ പിറന്നാൾ പിറയോ, തുടി തുടിയോ നീ തുടുതുടെ തുടുക്കുന്ന തിരുവാതിരയോ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഈറ്റുനോവ് അറിഞ്ഞ് പ്രസവിച്ച നിങ്ങളുടെ അമ്മയോട്, നിങ്ങൾക്ക് വേണ്ടി നല്ല കാലം മുഴുവൻ ഓടിയ അച്ഛനോട്, നിങ്ങൾ മറച്ചു വയ്ക്കാത്തതായി ഒന്നുമില്ല എന്ന് ആത്മാർത്ഥമായി പറയാൻ നിങ്ങളിൽ എത്ര പേർക്ക് സാധിക്കും? സ്കൂൾ വിട്ടു വരാൻ അല്പം വൈകിയാൽ വിടക്കുന്ന നെഞ്ചും വഴിക്കണ്ണുമായി കാത്തു നിൽക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കണം നിങ്ങളുടെ ഉറ്റ ചങ്ങാതിമാർ. അവർ ക്ഷമിക്കുന്നത് പോലെ ക്ഷമിക്കാൻ ഈ ലോകത്ത് ആർക്കും സാധിക്കില്ല. ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഒന്നു മാത്രം ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പാപത്തിൻ്റെ കറയുണ്ട് എന്ന് തോന്നുന്നെങ്കിൽ ഇന്ന് തന്നെ മാതാപിതാക്കളുടെ മുന്നിൽ പോയി അത് ഏറ്റുപറഞ്ഞ് കണ്ണീരിനാൽ നിങ്ങൾ വിശുദ്ധപ്പെടുത്തുക. അവർക്ക് നിങ്ങളോട് പൊറുക്കാൻ കഴിയും. ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ചുരുക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.